അസ്സലാമു അലൈക്കും. നാദാപുരത്തിനടുത്ത കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു സംഭവം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉസ്താദ് തെറ്റ് ചെയ്തതിന് ഒരു കുട്ടിയെ ശിക്ഷിച്ചു. ആ ശിക്ഷണം പിടിക്കാഞ്ഞിട്ട് മാതാപിതാക്കൾ കയറി വന്നിട്ട് ആ ഉസ്താദിൻ്റെ കരണക്കുറ്റിക്കടിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഒരുപാട് സങ്കടമുണർത്തുന്ന ഒരു വീഡിയോ തന്നെയാണ്. നമ്മളെ വിസ്മി പഠിപ്പിച്ച, നമ്മളെ ഓതാൻ പഠിപ്പിച്ച, നമ്മളെ നിസ്കരിക്കാൻ പഠിപ്പിച്ച, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച ഉസ്താദിനെ കയറി തല്ലുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാരണവശാലും നമ്മൾ ഇത്തരത്തിൽപ്പെട്ട ഒരു നടപടിയിലേക്ക് കടക്കാൻ വേണ്ടി പാടില്ല. കാരണം ഉസ്താദാണ് എന്ന് മാത്രമല്ല, നമ്മുടെ ഗുരുനാഥൻ, ഏത് ഉസ്താദായാലും അല്ലെങ്കിൽ ഇനി മാഷായാലും വേണ്ടിയില്ല, നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ ഒരുപാട് തെറ്റുകൾ കാണിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ശിക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ ശിക്ഷണങ്ങൾ ഒരു പരിധി കഴിഞ്ഞ് അപ്പുറത്തേക്കായാൽ മാത്രമേ നമ്മൾ അതിനെതിരെ പ്രതികരിക്കാവൂ എന്നാണ് എൻ്റെ ഒരു ഇളയ അഭിപ്രായം. കാരണം വർഷങ്ങൾക്ക് മുമ്പേ സ്കൂളിലും മദ്രസയുമെല്ലാം പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്കൊക്കെ നന്നായിട്ട് മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ഞങ്ങൾ തല്ല് വാങ്ങിയിട്ടുണ്ട്. നേരം വൈകി വന്നാൽ തല്ല് വാങ്ങും. ഖുർആൻ ഓതാൻ പറഞ്ഞിട്ട് പഠിച്ചു വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അടി കിട്ടും. എഴുതാൻ പറഞ്ഞ് ഹോംവർക്ക് ചെയ്തിട്ടില്ല നമുക്ക് അടി കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ നിയമപ്രകാരം അതൊന്നും പാടില്ല എന്നുള്ളതാണ്. കാരണം അടിച്ചു പഠിപ്പിക്കൽ വേണ്ട എന്നുള്ളത് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ നിയമം കൊണ്ട് നിർത്തലാക്കിയ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് ഉസ്താദുമാർ പിന്തുടരുകയും ചെയ്യണം. ഇനി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഈ ഉസ്താദ് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ വിചാരിക്കുക. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മദ്രസ കമ്മിറ്റിയെയോ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും ആ ഉസ്താദിനെ വിളിച്ചു വരുത്തിയതിന് ശേഷം വിശദീകരണം ചോദിക്കാനും അതിനുശേഷം ആ ഉസ്താദ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തെ പറഞ്ഞു വിടാനും നിയമപ്രകാരം നിങ്ങൾക്ക് കേസ് കൊടുക്കാനും, കേസ് കൊണ്ട് നിങ്ങൾക്ക് നടക്കുന്നില്ലേ മറ്റു വഴികളെല്ലാം നിങ്ങൾക്ക് തേടാം. അതൊക്കെ നിയമപ്രകാരമായിരിക്കണം. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ വളരെ മോശമായി പോയി. ഒരിക്കലും നിങ്ങൾക്കത് പുറത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ശിക്ഷ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലോകത്തുനിന്ന് തന്നെ വാങ്ങിയിട്ടേ നിങ്ങൾ മറ്റൊരു ലോകത്തേക്ക് പോകൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ആ സങ്കടപ്പെടുത്തുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ನೀವು ಉಸ್ತಾದ್ ಗಾಡಿ ಅಲ್ಲ ಎಂದ ಆಚೆ ಕಂಪ್ಲೇಂಟ್ ಹಾಕಲ್ಲ ಬೇಕು ಆಚೆ ಕಾಲ್ ಮಾಡ್ತೀನಿ ನಾ ಬಸ್ಸಿನ ಕಂಪ್ಯೂಟರ್ ಪಾರ್ಟಿಕಲ್ಲೇ ಹೋಗ್ತುವೆ ನಾನು ಜೈಲು ತೆಚ್ಚಿನ ಜೈ ತೆಚ್ಚವನು പിന്നെ ജബർദസ്തന്നെ നാമത കമ്മിറ്റി ആണ് ദാ വീടുണ്ടല്ലേ കമ്മിറ്റി ಕಂಪ್ಲೇಂಟ್ ಆಗಲ್ಲ ಕಮಿಟಿ ഒരുപാട് സങ്കടം തോന്നിയ ഒരു വീഡിയോ തന്നെയാണ്. ആ ഉസ്താദ് പ്രതികരിക്കാത്തത് അദ്ദേഹത്തിന് തിരിച്ചടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. അദ്ദേഹം പഠിച്ച മതവും ഈമാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള നന്മയും തീർച്ചയായിട്ടും നമ്മളൊന്ന് കാണണം. തിരിച്ചു തല്ലുന്നത് പോയിട്ട് അത് തടുക്കാൻ പോലും ആ ഉസ്താദ് തയ്യാറായില്ല. വളരെ സങ്കടം തോന്നിയ ഒരു വീഡിയോ ആണ്. എന്നിട്ടും ഒരുപാട് ആൾക്കാർ അവിടെ നോക്കി നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ തല്ലുന്നത് ഒരു ഉസ്താദിനെയാണ്, നിങ്ങൾ ആലോചിക്കണമെന്ന് പറയുമ്പോൾ അതുപോലും അദ്ദേഹത്തിനെ ഗൗനിക്കുന്നില്ല. ഇത്തരത്തിൽപ്പെട്ട ഒരു സമൂഹം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഇത് കിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കിയാമത്ത് നാൾ അടുക്കുന്നതോടുകൂടി നമുക്ക് മല്ലിമീങ്ങൾക്കും അതുപോലെ താലിമീങ്ങൾക്കും ഒന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹം ഇവിടെ സൃഷ്ടിക്കപ്പെടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. ഇപ്പോഴത്തെ സമൂഹത്തിന് ഉസ്താദുമാരെ കണ്ടാലും അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന മാഷ്മാരെ കണ്ടാലും ഒന്നും തന്നെ ഒരു ബഹുമാനമില്ലാത്ത ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഉസ്താദ് തീർച്ചയായിട്ടും വരുന്ന ആ തൊപ്പി അല്ലെങ്കിൽ തലയെക്കെട്ട് കണ്ടാൽ തന്നെ ഒന്നുകിൽ നമ്മൾ അവിടെ നിന്ന് മുങ്ങും, അല്ലെങ്കിൽ നമ്മളൊന്ന് മാറി നിൽക്കുകയെങ്കിലും ചെയ്യും. അതൊരു ബഹുമാനമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഒരു വീഡിയോയിൽ ഇരുന്നിട്ട് ഒരു സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ അതിലൂടെ നമ്മുടെ ഉസ്താദ് ഒന്ന് നടന്നു പോയാൽ പോലും ആ ഉസ്താദ് വേണമെങ്കിൽ മാറിപ്പോവുക എന്നല്ലാതെ ആ കുട്ടി ഇരുന്ന ഇരിപ്പിൽ നിന്ന് ആ സിഗരറ്റ് മാറ്റുകയോ അല്ലെങ്കിൽ അവിടെ നിന്നൊന്ന് മാറി നടക്കുകയോ പോലും ചെയ്യില്ല. അത് കാലത്തിൻ്റെ ഒരു മാറ്റമാണ്. പക്ഷേ ഇതൊരു വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ശിക്ഷണം എന്ന് പറയുന്നത് തെറ്റാണ് എങ്കിലും നമ്മെ പഠിപ്പിച്ചത് 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിച്ച് നിസ്കരിക്കാൻ വേണ്ടി പഠിപ്പിക്കണമെന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ. അത്തരത്തിൽപ്പെട്ട കുട്ടികൾ മദ്രസയിൽ വന്നിട്ട് ചിലപ്പോൾ ഖുർആൻ ഓതാനോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാഞ്ഞിട്ടോ ഒരു ഉസ്താദ് ആ കുട്ടിയെ ഒന്ന് തല്ലി എന്നതിൻ്റെ പേരിൽ ഇത്രയും വലിയ ഒരു ആക്രമണം തീർച്ചയായിട്ടും ഒരു ഉസ്താദിനെ പോയി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത,
തെറ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 100% ജനങ്ങളും അങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നമ്മളെ മക്കളൊക്കെ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം മയക്കുമരുന്നിനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലും ഒക്കെ പോയി പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പേടിയില്ല എന്നുള്ളത് തന്നെയാണ്. പടച്ച തമ്പുരാനെ മാത്രമല്ല, വീട്ടിലുള്ള ഉമ്മയും ഉപ്പയും ഒന്നും കുട്ടികൾക്ക് ഇന്ന് ഭയമില്ല, പേടിയില്ല എന്നുള്ളതാണ്. പണ്ടൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലൊക്കെ ഒരു വടി കാരണവന്മാർ കൊണ്ടുവെക്കുമായിരുന്നു. കാരണം പഠിച്ചിട്ടില്ലെങ്കിലും ആ വടി കാണുമ്പോൾ തീർച്ചയായിട്ടും മഗ്‌രിബിൻ്റെ സമയമാകുമ്പോൾ ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പേടിയാണ് മനസ്സിനുള്ളിൽ. ഇന്നത്തെ കാലം അതൊക്കെ മാറി. സിറാജ് ഉസ്താദ്, തീർച്ചയായിട്ടും സിറാജ് ഖാസിമി ഉസ്താദ് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ഇന്നത്തെ ഒരു വയലിൽ കേട്ട ഒരു കാര്യമാണ്. ഉസ്താദ് പറയുകയാണ്, ഒരു വീട്ടിൽ എത്ര ആൾ ഇങ്ങനെ വടി കൊണ്ട് വെച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് ചോദിക്കുമ്പോൾ ഒരു 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഒരു സദസ്സിൽ നിന്ന് 3 ആൾക്കാരാണ് കൈപൊക്കിയത്. അപ്പോൾ തിരിച്ച് ഉസ്താദ് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്, എത്ര ആൾക്കാരുടെ വീട്ടിൽ TV ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് സദസ്സിലുള്ള മുഴുവൻ ആൾക്കാരുടെ വീട്ടിലും TV ഉണ്ട്. അതാണ് ഇന്നത്തെ ഒരു കാലം. ഞാൻ പറഞ്ഞതുപോലെ കലികാലമാണ്. നമുക്ക് സിറാജ് ഖാസിമി ഉസ്താദിൻ്റെ ഏതാനും ചില വാക്കുകൾ നമുക്കൊന്ന് കാണാം. நீங்க ஒரு உஸ்தாது கடிக்கிறீங்க. ഏത് വാപ്പ തന്റെ മക്കളെ നന്നാക്കാൻ, തന്റെ മക്കള് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തല്ലുകൊടുത്ത് നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി ഏത് വാപ്പ തൂക്കിയിട്ടിട്ടുണ്ടോ ആ വാപ്പയ്ക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് വാപ്പയ്ക്ക് പറവയെ പോലെ മുടി വളർത്തി നടക്കുന്നവന് പൊട്ടീര് കൊടുത്തിട്ട് പോയി വെട്ടിയിട്ട് വാടാ എന്ന് പറയുന്ന വാപ്പ, നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവന് തല്ലു കൊടുത്തിട്ട് നിസ്കരിക്കടാ എന്ന് പറയുന്ന വാപ്പ, 10 വയസ്സുള്ളവൻ നിസ്കരിച്ചില്ലെങ്കിൽ തല്ലാൻ അധികം പഠിപ്പിച്ചത്, താരാട്ട് പാടാനല്ല പഠിപ്പിച്ചത്. നിന്റെ മോൻ പോത്തുപോലെ ഉറങ്ങുന്ന 18ഉം 20ഉം വയസ്സായി ഇന്ന് വരെ തല്ലിയിട്ടുണ്ടോ? ഇപ്പൊ നിനക്ക് പേടി, നിന്നെ തല്ലാതിരുന്നാ മതി മക്കള്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിലൊരു വടി തൂക്കിയിട്ടാ മതി, ബർക്കത്ത് ചെയ്യും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അങ്ങനെ വീട്ടിലൊരു വടി തൂക്കിയിട്ടിട്ടുള്ള വാപ്പമാരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കൈവക്ക്. നിനക്ക് ബർക്കത്ത് ആകാശത്തുനിന്ന് വരും, കാത്തിരുന്നോ? നിങ്ങൾ ചിന്തിക്ക് സഹോദര, ഒരു 25 കൊല്ലം മുമ്പ് നിനക്ക് 2ഉം 3ഉം പെങ്ങളുണ്ട്, 4 സഹോദരിമാരുണ്ടായിരുന്നു. ഈ 4 പേരെയും നിന്റെ വാപ്പ കെട്ടിച്ചത് പിരിവെടുത്തിട്ടാ? ആലോചിക്ക്. പണ്ട് ഏത് പള്ളിയിലാ ലെറ്റർ പേഡും കൊണ്ട് പിരിവിന് നടന്നത്? ഇതുപോലെ വയല് വെച്ചിട്ട് പിരിച്ചിട്ട് കെട്ടിച്ച കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ആലോചിക്കുക സഹോദര, എങ്ങനെയാടാ ഈ കൊട്ടാരങ്ങളൊക്കെ പണിതത്? നമ്മുടെ വീടിന്റെ അകത്ത് ബറക്കത്ത് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. വീട്ടിൽ TV ഉണ്ടോ? TV കൈവക്കണ്ട. TV ഉണ്ടോ? ഇപ്പം കമ്പുള്ളവര് കൈവക്കാൻ പറഞ്ഞപ്പോ 3 പേര്. TV ഉണ്ടോന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിന്ന് പൊക്കും. കാരണം അത്രയും വലുതാ വീടിനകത്തിരിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് വന്നിട്ട് പള്ളിയിലെ ഖതീബിന്റെ അടുത്ത് വന്നിട്ട് പറയാ, ഉസ്താദെ ഞാൻ പറഞ്ഞാ കേൾക്കത്തില്ല ഉസ്താദെ. എങ്ങനെ കേൾക്കും? ഏതായാലും ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. അതുപോലെ തന്നെ ആ ഉസ്താദിനെ തയ്ക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഞാൻ പറഞ്ഞതുപോലെ ഇതൊന്നും ഒരിക്കലും ഒരു നാട്ടിലും ഒരു സ്ഥലത്തും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്തിടെ 1 അല്ല 2 അല്ല ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഉദാഹരണ സഹിതം നമ്മൾ തന്നെ ഇതിന് മുന്നേ വീഡിയോ ചെയ്തതാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൂടി വരികയാണ്. ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. കുട്ടികൾ എങ്ങനെ പോയാലും അവരുടെ വഴിക്ക് വിട്ടേക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരായ വഴിക്ക് അവിടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽപ്പെട്ട പ്രതികരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വരുന്നത്. എനിക്ക് ഉസ്താദുമാരോടൊക്കെ ഒരു ഇളയ അഭിപ്രായം എന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, മാക്സിമം നിങ്ങൾ അവരെ പ്രസ് ചെയ്ത് വാക്കുകൊണ്ട് മാത്രം പറയുക. എന്നിട്ടും അവർ കേൾക്കുന്നില്ല എങ്കിൽ അത് അവൻ്റെ വിധി എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് വിട്ടേക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ശിക്ഷണത്തിലൂടെയൊക്കെ കുട്ടികളെ നന്നാക്കുന്നത് നമുക്ക് അവരോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ടാണ്. ആ ആത്മാർത്ഥത കൂടിപ്പോയത് കൊണ്ട് മാത്രമാണ് ഉസ്താദിന് ഇത്തരത്തിൽപ്പെട്ട ഒരടി തീർച്ചയായിട്ടും വാങ്ങേണ്ടി വന്നത്. വളരെ സങ്കടം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ആ അടിച്ച കൈക്കുള്ള ഉത്തരം തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ട് മാത്രമേ അദ്ദേഹം തിരിച്ചു പോകൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.